ഒരു കാര്യം. മടി. ഇത്രയും നാളും ഇതാണ് അവിടെ നടന്നതല്ലേ? എന്റെ കൺമുമ്പിൽ വെച്ച് മറ്റൊരു പെണ്ണുമായി എന്താണോ എന്താ കാര്യം? ഇവിടെ എന്താ ഉണ്ടായേ? പോലെ എന്റെ അമ്മേ, എന്ത് ചങ്കൂറ്റം നിങ്ങൾക്ക്! ഇത്രയും വലിയ വൃത്തികേടും കാണിച്ചിട്ട് എന്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ നാളല്ല മനുഷ്യൻ നിങ്ങൾക്ക്. കാര്യം പറ. എന്റെ വായിൽ എന്നെ പച്ചയ്ക്ക് കേൾക്കണം. അത്രയും സംസ്കാരം ഇല്ലാത്ത പെണ്ണുങ്ങളൊന്നും അല്ല ശങ്കരമംഗലത്തത്. നിങ്ങളും ആ പെണ്ണും കൂടി എന്തോന്നായിരുന്നു ചെടിയുടെ ഇടയില്. പെണ്ണോ? നല്ല കഥേ. ഞാനെന്റെ വടി തപ്പായിരുന്നു. നിങ്ങളുടെ ഒരു വടി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അയ്യോ, പച്ചവെള്ളം ചവച്ച് കുടിക്കുന്ന ആള് ഏത് പെണ്ണ് പോലും എന്റെ കണ്ണിന് തിമിരൊന്നും ബാധിച്ചിട്ടില്ല. ഞാനിതൊക്കെ കുറെ നാളായി കാണാൻ തുടങ്ങിയിട്ട്. എന്റെ തലവട്ടം കണ്ടാ മതി ആ പെണ്ണിറങ്ങി ഓടാൻ തുടങ്ങും. ആവശ്യം പറയരുത്. കാണിക്കാം, പറയരുതല്ലേ. കണക്കായി പോയി. ഇനി അഥവാ കാണിച്ചു തന്നെ വെക്ക. കണക്കായി പോയി. ഇങ്ങനെ തോന്നിവാസം കാണിക്കാനേ എന്നെ ഇവിടെ വിലക്ക് വാങ്ങിച്ചിട്ടിരിക്കൊന്നുമല്ല. 3 കുട്ടിയാനെ പുറത്ത് നിറച്ച് സ്വർണ്ണമായിട്ടാ ഞാനിവിടെ വന്നത്. അതും പലിശയും കണക്ക് തീർത്ത് തന്നിട്ട് തോന്നിവാസം കാണിച്ചോ? അതുവരെ പറ്റില്ല. ആശാനെ, ആശാൻ ഇങ്ങനെ കൊച്ചു പിള്ളേരെ പോലെ ആയാലോ? വേണ്ട, അല്ലേലും ഈ പെമ്പിള്ളേരിങ്ങനെയാ. ഞാൻ കാലണയ്ക്ക് പാടുന്നവനല്ലേ? എന്നെ സ്നേഹിച്ച മാനക്കേടല്ലേ? ആശാൻ എന്തിനാ എഴുതാപ്പുറം വായിക്കുന്നത്? സംഗതിയുടെ കിടപ്പ് ഞാൻ ഒന്ന് ആലോചിച്ചപ്പോ കാണുന്നത് അവക്ക് ആശാനോട് സ്നേഹം ഉണ്ടെന്ന. പക്ഷെ അവൾ വെളിയിൽ കാണിക്കത്തില്ല. പിന്നെ അതെന്തോന്ന് സ്നേഹം? കുന്തം പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. ആശാ ഒരു കാര്യം ചെയ്യും, വേറെ ആരെയും പ്രേമിക്കും. ആടിച്ചതിന്റെ പല്ല് തെറിപ്പിക്കും. ഒന്ന് പറഞ്ഞു തീരട്ടെ ആശാനെ. അതിനിടെ തോക്കിനകത്തൊരു വെടിവെക്കാ. ആശാൻ വേറെ ആരെങ്കിലും പ്രേമിക്കുന്ന അഭിനയി. അപ്പം അവൾക്ക് ആശാനോട് സ്നേഹം ഉണ്ടെങ്കിൽ അവളേറി ഉടക്കും. അത് ശരിയാ. അതാ പറഞ്ഞ മുഴുവൻ കേൾക്കണമെന്ന്. നമ്മൾ പിന്നെ ഈ പ്രായം കഴിഞ്ഞാണല്ലോ ഇങ്ങോട്ട് വന്നത്. നീ ആള് കുരുമുളകാണല്ലോടെ. അത് കളരി കുറെ കളിച്ചതാ. പിന്നെ ഒന്നും വെറുതെ അല്ല, ചെലവുണ്ട്. ഞാനാണ് നിന്റെ രേവതി ചേച്ചിയുടെ മുറച്ചെറുക്കൻ. ഇപ്പൊ ഞാൻ കുറച്ചു ദിവസം ഇവിടെ താമസിക്കൂ, എന്നിട്ട് തിരിച്ചു പോയിട്ടാണ് കല്യാണം. അതിന് നിങ്ങളെ പേടിച്ചിട്ടല്ലേ രേവതി ചേച്ചി കൊണ്ട് ഓടിപ്പോന്നു? എടാ അതൊക്കെ പണ്ട്. ഇപ്പൊ ഭയങ്കര ഇഷ്ടല്ലേ. അവള് പറഞ്ഞിട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നാലും ഇതിലെന്തോ ചതിയുണ്ട്. ഇവിടുത്തെ നമ്പർ 1 റൗഡി എടുത്തിട്ടുണ്ട്, ഈരാളി. കേട്ടിട്ടുണ്ടോ? ഈരാളി ഇത് കേട്ടിട്ടില്ല, നീരാളി ഇത് കേട്ടിട്ടുണ്ട്. കടലിലൊക്കെ അങ്ങനെ പിടിച്ചാക്കുന്ന ഒരു ജന്തു. ഇത് കരയെ പിടിച്ചാക്കുന്ന പാർട്ടിയാ. പോലീസിന് പോലും പേടിയാ. അയാളും രേവതി ചേച്ചി തമ്മിൽ പ്രേമമാ. പാടാ അവിടുന്ന്. രേവതി ചേച്ചിയുടെ സ്വത്തെല്ലാം ചേച്ചിയുടെ അമ്മാവന്റെ കയ്യിലല്ലേ? അതെ, എന്റെ അച്ഛന്റെ കയ്യില്. കുട്ടൻ ചേട്ടനുള്ളിടത്തോളം കാലം അവരുടെ കല്യാണത്തിന് അമ്മാവൻ സമ്മതിക്കില്ല. അതുകൊണ്ട് കുട്ടൻ ചേട്ടനെ ഇവിടെ വിളിച്ചു വരുത്തി കൊല ചെയ്യാമെന്ന് അയാൾ ചേച്ചിയോട് പറയുന്നത് ഞാൻ കേട്ടു. നേരാണോ? ചേട്ടന് കേൾക്കണോ? 13 കൊലയിട്ടുള്ള ആളാ. ഇന്ന് വരെ പിടിച്ചിട്ടില്ല. ഓരോ കൊല ചെയ്യുമ്പോഴും ഓരോ പുതിയ വെട്ടുകത്തി വാങ്ങിക്കും. ഇന്നലെ ഒരെണ്ണം വാങ്ങിച്ചു. അത് ചേട്ടനുള്ളതായിരിക്കും. ചേട്ടനോടുള്ള ഇഷ്ടം കൊണ്ട് പറയുക. എന്റെ പൊന്നു ചേട്ടൻ തിരിച്ചു പോന്നാ നല്ലത്. അല്ല, നമുക്ക് അവളിന്ന് കണ്ടിട്ട് ഇത് നേരാണോന്ന് ചോദിച്ചിട്ട് പോയാ പോരെ? ഞാനടി നിനക്ക് സ്നേഹിക്കാൻ കല്യാണം കഴിക്കാൻ എന്റെ രേവതിയെ കിട്ടിയുള്ളൂ.
14 കൊല ചെയ്തു. 15ാമത്തെ കൊല നിന്നെ ആയിക്കോട്ടെ. അല്ല ആ പയ്യൻ പറഞ്ഞത് 13 കൊല ചെയ്തെന്നാണല്ലോ. കൊന്ന എന്നെക്കാൾ വെച്ച് നിനക്കാണോടാ? അയ്യോ അല്ലേ. പക്ഷേ ഓ ഇപ്പം നിനക്കായി വാങ്ങിയ വെട്ടുകത്തി ഞാൻ എടുത്തിട്ടില്ല. നീ ഇവിടെ നിൽക്ക്, ഓ ഞാൻ പോയി എടുത്തിട്ട് വരാം. അതുവരെ നീ അനങ്ങിപ്പോകരുത്. ഇല്ല. അനങ്ങിയാൽ കൊല്ലും ഞാൻ. ഇവനാരാണ്? ഞാൻ നീ പോയിക്ക. ഇങ്ങോട്ട് നോക്ക്, വെട്ടിയെത്തി എടുക്കാൻ പോയിരിക്ക. ഇവിടെ നനിയ കൊല്ലുന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ നിന്നാ ഉടൻ കൊല്ലും. അടുത്തോണ്ട് സ്ഥലം വിട്ടോ, ജീവനെങ്കിലും കിട്ടും. എടാ 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 നില്ല നില്ല നില്ല. അയാളെ കൂടെ പോയത് ആര്? ആ കൊല്ലാളി. ഇങ്ങോട്ട്. അപ്പൊ നീ എന്നെ കൊല്ലാൻ കൊണ്ടുപോവാ. കൊല്ലടാ, കൊല്ലി. ഇങ്ങോട്ട് വാ. മലയാളി ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ബസ് സ്റ്റാൻഡിലേക്ക് എതിരെയാ പോവാ? അങ്ങോട്ടൊന്നും പോകണ്ട, ബസ്സും ട്രെയിനും എല്ലാം മിന്നൽ പണി കൊടുക്ക. അതെ ഒന്നും ഉള്ളതല്ലേ. ഇവിടുന്ന് നേരെ പോയാൽ ചെല്ലപ്പോ ലോഡ്ജ് ഉണ്ട്. അവിടെ ആകുമ്പോ ആരും അറിയില്ല. ബസ് സ്റ്റാൻഡിന് അടുത്തുവാ. പക്ഷെ തലവളി കാണിക്കരുത്, വെട്ടിക്കൊണ്ടു പോകും. ഇവിടെ ധാരാളം ഈരാളിയുടെ ആൾക്കാരുണ്ട്, സൂക്ഷിക്കണം. സൂക്ഷിക്ക. ലോഡ്ജിൽ കള്ളപ്പേരെ പറയാവൂ, ഇല്ലെങ്കിൽ അവര് കണ്ടുപിടിക്കും. കള്ളപ്പേര് പറയാ. അപ്പൊ ഞാൻ തനിച്ച് പോണോ? തനിച്ചു പോണം. പോണല്ലേ? അപ്പൊ ചെല്ലപ്പയ്യല്ലേ? സത്യം പറ മോനെ, നീ കല്യാണം കഴിച്ചതാണോ? ഇതുകൊള്ള ബോംബെയിൽ കിടന്ന് എന്നെ വെറുതെ വിളിച്ചു വരുത്തി കല്യാണം കഴിച്ചോന്ന്. ഞാൻ ആരെയും കല്യാണം കഴിച്ചിട്ടോ ഇല്ല, കഴിക്കാവുന്ന വാക്ക് കൊടുത്തിട്ടോ ഇല്ല. നീ ഇടയ്ക്ക് കുറച്ചു ദിവസം ഇവിടെ ഒന്ന് താമസിച്ചോ? ഇല്ലെന്ന് പറഞ്ഞില്ലേ? എന്തൊരു കഷ്ടതയമേത്. പിന്നെ മാങ്ങ പോകുന്ന മാങ്ങയല്ല, തേങ്ങ. തേങ്ങ അയാളോട് ഒന്ന് ചാടിത്തുള്ളത് കേട്ടല്ലോ. നീ അയാളുടെ മോക്ക് മോതിരം മാറി നോക്കെ. അച്ഛൻ എന്നെക്കാൾ വിശ്വാസം മാങ്ങയിലും തേങ്ങയിലും ഒക്കെയാണ്. അല്ല ഇങ്ങോട്ട് വിളിക്കും, ഞാൻ പറയാൻ. അത് ശരിയാ, വിളിക്കേ. നമസ്കാരം. നമസ്കാരം മോനെ. ഇതാരാണെന്ന് മനസ്സിലായോ? ഇല്ല. ഇതാണ് നിന്റെ അമ്മായിയപ്പൻ. ചോദിക്കാൻ. ഞാൻ നിങ്ങളുടെ മകളെ കല്യാണം കഴിച്ചു. ഇല്ല. പിന്നെ കഴിക്കാവുന്ന വാക്ക് തന്നു. ഇല്ല. ഏയ് സത്യം പറയണം, തനിക്ക് തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഇല്ല. താനല്ലോ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്ന് വിളിച്ചു പോയത്. എന്റെ മോൻ തന്റെ മോളെ കല്യാണം കഴിക്കാൻ സംഭവിച്ചിട്ടുണ്ടെന്നോ മോതിരം കൈമാറിയെന്നോക്കെ. അതിന് മേനോൻ സാറിന്റെ മോനാണോ? ഇതാ വല്ല സംശയമുണ്ടോ? എന്നാലും എനിക്കും എന്റെ ഭാര്യയ്ക്കും യാതൊരു സംശയവും ഇല്ല, ഇത് ഞങ്ങളുടെ മോൻ തന്നെയാ. ഞാൻ പറഞ്ഞത് ഈ മോന്റെ കാര്യമല്ല, സാറിന്റെ മറ്റേ മോൻ. മറ്റേ മോനോ? അതേതാ ഈ മറ്റേ മോൻ? സാറിന്റെ മൂത്ത മോൻ. എനിക്ക് ഞാൻ അറിയാതൊരു മോനോ? അറിഞ്ഞോ അറിയാതെയോ അതൊന്നും എനിക്കറിയില്ല. അത് സാറിന്റെ മോൻ തന്നെയാ. ഇവിടെ താമസിച്ചിരുന്നത് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്റെ ഈശ്വരന്മാരെ, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നത്? ഞാൻ അറിയാതെ നിങ്ങൾക്ക് ഇവിടെ ഒരു മോനോ? ഇയാള് വെറുതെ പറയുന്നതാ. വെറുതെ ഒന്നുമല്ല. ഇതേ കണ്ണ്, ഇതേ മൂക്ക്, ഇതേ ചുണ്ട്. നിങ്ങൾ അതുപോലെ വാർത്തു വെച്ചിരിക്കുക. ആർക്കും കണ്ണടച്ചോണ്ട് പറയാം അത് നിങ്ങളുടെ മോനാണെന്ന്. എന്റെ ഭഗവാനെ, എനിക്കിതൊന്നും കേൾക്കാനുള്ള ഞാൻ പറയുന്ന ശക്തിയില്ലേ? മേനോൻ സാറേ, വേലിറക്കരുത്. ഇവിടെ വരുന്ന വേലക്കാരൻ ചെലപ്പൻ എവിടെ? അവനറിയാം ഇതിന്റെ എല്ലാ കാര്യങ്ങളും. എല്ലാ കാര്യത്തിനും അവൻ സാക്ഷിയുമാണ്. അവൻ എവിടെ? വിളിക്കേ. അവൻ വീട്ടിൽ പോയി. ആവശ്യം വന്നപ്പോ അവൻ വീട്ടിൽ പോയി. നിങ്ങൾ നിങ്ങളുടെ മകനെ മനഃപൂർവ്വം ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്നും കല്യാണം നടത്താതിരിക്കാൻ ഉദ്ദേശമെന്നും എനിക്കറിയാം. താ കൂടുതൽ വർത്താനം പറയരുത്. തന്റെ പേര് ഞാൻ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും. മേനോൻ സാറേ, നിങ്ങളെക്കാൾ വലിയ മേനോന്മാരെ കണ്ടിട്ടുള്ളവനാണ് ഈ ഗോവിന്ദപ്പിള്ള. കോടതി വരാന്തിയിൽ കുറെ കയറി ഇറങ്ങിയിട്ടുണ്ട്. കൊല്ലും വിളി നടത്തി ജീവിച്ചവരാ ഞങ്ങള്. സൂക്ഷിച്ചോ. പേടിപ്പിക്കുക. അങ്ങനെയാണ് നിങ്ങൾ വെച്ചോ. താ എന്ത് ചെയ്യും? അത് ഞാൻ അപ്പൊ കാണിച്ചു തരാം. സാറേ, ഇത് അവസാനത്തെ മുന്നറിയിപ്പാണ്. ഒരാഴ്ചക്ക് ഞാൻ കല്യാണം നടത്തിയില്ലെങ്കിൽ അത് ഞാൻ അപ്പൊ കാണിച്ചു തരാം. എന്താ അമ്മ ഇത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാനിവിടെ നിൽക്കണോ വേണ്ടയോ അത് നിങ്ങൾ ആദ്യം തീരുമാനിക്കും. മോനെ, നിനക്ക് അടുത്ത ഫ്ലൈറ്റ് എപ്പോ? 5:10 ടെലഗ്രാം കിട്ടിയ ഉടനെ പുറപ്പെട്ടതാ. എന്തോ അത്യാവശ്യമാണെന്ന് ഓർത്തത്. ഇനി 40 മിനിറ്റോടെ ഉള്ളൂ. മോനെ, നീ വേഗം പോ. ഇവിടെ നിന്നാലേ ഈ തന്തയുടെ സഹവാസം കൊണ്ട് നീയും പിഴച്ചു പോകും. പൊയ്ക്കോ. അച്ഛാ, ഇപ്പൊ എയർപോർട്ടിൽ ചെന്നാൽ അവിടെ നിന്ന് തന്നെ ടിക്കറ്റ് കിട്ടും. നീ വെക്കോ. പെട്ടിയും കിടക്കാല എടുത്തോ, നമുക്കും പുറപ്പെടാം. ഇവിടെ ശരിയാവില്ല. വേണ്ട വേണ്ട, ഇവിടമേ ശരിയാവും. ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ നിങ്ങളെ തനി നേരം കണ്ടുപിടിച്ചത്.
ഞാൻ എന്ത് വേണമെന്നേ പറയണേ? തനിക്ക് എന്നേക്കാൾ വിശ്വാസം കണ്ടവൻ പറയണ വാക്കില അല്ലേ? പണ്ടാണെങ്കിൽ ഞാൻ വിശ്വസിക്കില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ വിശ്വസിച്ചേ പറ്റൂ. അതിന് തക്ക കാരണങ്ങളുമുണ്ട്. എന്നെ കെട്ടുന്നതിന് മുമ്പ് നിങ്ങൾ ഇവിടെ പല കള്ളക്കളികളും കളിച്ചിട്ടുണ്ട്. അതൊക്കെ തെളിവ് സഹിതം പിടിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോകും. അതൊന്നുമല്ല, കാരണം എനിക്കറിയാം തനിക്ക് അവനെ കാണാണ്ട് ഉറക്കം വരില്ല. ആ ഗോപാലകൃഷ്ണൻ പഞ്ചപാവം പോലെ ശാസ്ത്രീയ സംഗീതം കേട്ടോണ്ട് ഇവിടെ ഇരിക്കും. ഒരു ബ്രഹ്മചാരി, കയ്യിലിരിപ്പ് മുഴുവനും കൊളരാത്തതും, എന്നിട്ട് പഴി എനിക്കും അല്ലേ? നീ അങ്ങനെ വിഡ്ഢിയാക്കൊന്നും വേണ്ട, ഞാനും ചെറുതായി കണ്ടിട്ടുണ്ട്. കണ്ടെങ്കിലേ കണക്കായി പോയി. ഇനിയും കണ്ടെന്നും വരും. കൊല്ലനെ കൊല്ല്. ചെല്ലപ്പയ്യരെ, ചെല്ലപ്പയ്യരെ. ചെല്ലപ്പയ്യരെ, മുറി ഉണ്ടാ? അതെ, എന്ത് കുന്തായാലും ശരി, അതിനകത്ത് കയറിയ പിന്നെ പുറത്തേക്ക് വരേണ്ട യാതൊരു ആവശ്യം ഉണ്ടാകരുത്. പിന്നെ ഒന്നിനും രണ്ടിനും പോകാനുള്ള എല്ലാ സൗകര്യവും അതിനകത്ത് തന്നെ ഉണ്ടായിരിക്കണം. എവിടെ നിന്ന് കയറി വരുന്ന ശല്യങ്ങൾ? അങ്ങോട്ട് പഠിച്ചെടുത്തോളൂ നല്ല പഠിച്ചോളൂ. പേര് പേരല്ലേ? പേര് ചെറിയ നായര്. ചെറിയ നായർ? തന്റെ അച്ഛന്റെ പേരെന്താ? കുര്യാക്കോസ് മേനോൻ. അമ്മയുടെ പേരെന്താ? മേരി തമ്പുരാട്ടി. അത് ശരി. അപ്പൊ ഹിന്ദു ക്രിസ്ത്യാനി ക്രോസ് ആയിരിക്കും അല്ലേ? അങ്ങനെ ആയിട്ടല്ലേ തനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. അത് ഞാൻ സഹിച്ചോളാം. ആ റൂമിന്റെ താക്കോലും കൂടെ ഉണ്ടാ. പിന്നെ ആര് ചോദിച്ചാലും ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയരുത് കേട്ടോ. വേമ്പ എനിക്ക് ഒന്നിന് പോണം. 3 ക്ലാസ് വേണ്ട വേണ്ട. ഞാൻ എടുക്കാം. ഞാൻ ഇഷ്ടാല. എന്റെ പേര് നാരായണൻ. ഞാൻ വേണം. നമുക്ക് ഒറ്റൊന്നിനെ വിശ്വസിക്കാൻ പറ്റില്ല. എല്ലാം ഈരാളിന്റെ ആളുകളായിരിക്കും. പക്ഷെ എന്നെ കൊല്ലാൻ നടക്കുകയാണ്. എന്നാലും എടി രേവതി, എന്നോട് നീ ഇത് ചെയ്യേണ്ടില്ലായിരുന്നു. ഓക്കെ, ഇനി ഇതിന് യാതൊരു കുഴപ്പം വരില്ല. दीवानी मेरा कृष्ण दीवानी. എന്താ നോക്കുന്നത്? രേവതി ഇല്ലേ? രേവതി ഇല്ലേന്ന്. ഓഹോ, രേവതി എന്ന് വരെ ആയോ? നിങ്ങള് പരിചയക്കാരാണ് അല്ലേ? ഞങ്ങൾ തമ്മിൽ അറിയും. കടയിൽ വെച്ചുള്ള പരിചയമായിരിക്കും. കൂടുതലും പുറത്ത് വെച്ചുള്ള പരിചയം. ഓഹോ, അപ്പോ പുറത്തു വെച്ച് കണ്ടുമുട്ടാൻ തുടങ്ങിയിരിക്കുന്നു. ഇതിനാണ് ഇവൾ ക്ലബ്ബ് എന്ന് പറഞ്ഞ ചമഞ്ഞൊരുങ്ങി പോകുന്നത്. ആ, രേവതി ഇവിടെ ഇല്ല. ശരി. അതെ, ടെസ്റ്റോ കഴിഞ്ഞല്ലോ അല്ലേ? കഴിഞ്ഞു. കണക്കെല്ലാം ശരിയല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും തരാനും കൊടുക്കാനൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇറങ്ങല്ലേ? ഓക്കെ, ഞാൻ ഞാൻ 2 ദിവസം കഴിഞ്ഞു വന്ന് കുഴപ്പം വല്ലതും ഉണ്ടോ നോക്കാം. എന്തായാലും കുഴപ്പമാക്കില്ലോ. ഇനി വന്നിട്ട് കൂടുതൽ കുഴപ്പമാക്കണ്ട.
കുഴപ്പമുണ്ടെങ്കിൽ തന്നെ ഞാൻ സഹിച്ചു. ആ ഇയാളൊരു മോശരനാ. തള്ളെ കണ്ടെങ്കിൽ രേവതി ഒന്ന് കാണാമായിരുന്നു. അല്ല, നമ്മുടെ ഭാര്യ എവിടെ ഇല്ലേ? നമ്മുടെ അല്ല, എന്റെ ഭാര്യ. അതാണ് ഉദ്ദേശിച്ചത്. ഉദ്ദേശമൊക്കെ മനസ്സിലായി. എന്നാൽ ഒന്നുകൂടി വ്യക്തമായി പറയാം. ഇവിടെ ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. എന്നെ കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാം. അല്ല, കുറച്ച് ഇംഗ്ലീഷ് റെക്കോർഡ്സ് വേണമെന്ന് പറഞ്ഞിരുന്നു. കൊണ്ടുവരാന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഞാൻ അന്വേഷിച്ചു എന്ന് പറഞ്ഞേക്കണം. ഞാൻ പറയണം. ഓ ശരി. അവൻ അന്വേഷിച്ചതായി ഞാൻ എന്റെ ഭാര്യയോട് പറയണം. ഭർത്താവിന്റെ ഒരു ഗതികേട് കണ്ടില്ലേ? അവിടെ ഒരു ഇംഗ്ലീഷ് വേണ്ട. ഇത് പൊട്ടിച്ചാൽ അവൾ എന്റെ പൊട്ടിക്കും. അതല്ലേ മനുഷ്യന് ബുദ്ധി വേണമെന്ന് പറയുന്നത്. അതിലൂടെ ഇരിക്കട്ടെ. അവയുടെ ഇംഗ്ലീഷ് എന്റെ കൂട്ടിനകത്ത്. कृष्ण दीवानी दीवानी मेरा कृष्ण दीवानी तारे गरे रिगद पगरे तम तम निद तनी. അവൻ വന്നിരുന്നു. ആര്? തന്റെ മറ്റവൻ. മറ്റവൻ വെച്ചാ? ഗോപാലകൃഷ്ണൻ. ആഹാ, അവന്റെ തന്ത അറിഞ്ഞിട്ട പേര് തന്നെ ഗോപാലകൃഷ്ണൻ. 16,008 ഒന്നായിരിക്കും താനും. ദേ, അനാവശ്യം പറയരുത്. അല്ലെങ്കിലും കാണാൻ കൊള്ളാന്ന ആമ്പിളരെ കണ്ട നിങ്ങൾക്ക് കണ്ണുകടിയാ. അവനൊരു പാവം ചെറുക്കൻ. അവനെ എന്നെയും ചേർത്ത് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, നിങ്ങൾ കാണിച്ചതുപോലെ വൃത്തികേട് ഞാൻ കാണിക്കില്ല. ഇല്ല ഇല്ല ഇല്ലല്ലോ. ഇല്ല. ഞാൻ വൃത്തികെട്ടവൻ. അതെ. ആഹാ, എന്റെ അടുക്കള നിങ്ങൾ പൊട്ടിച്ചോ? ആഹാ, എന്നാ നോക്കിക്ക. അങ്ങോട്ട് തൊട്ട് അമ്മയുടെ നേരെ. ആഹാ, ദൈവമേ, ഇവരോട് പൊറുക്കണമേ. ഇവര് ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല. ഞാൻ എല്ലാം അറിഞ്ഞോണ്ട് തന്നെ ചെയ്യുന്നത്. ഇങ്ങനെയാണ് എല്ലാ കാര്യത്തിലുള്ള തന്റെ അറിവ്. അതെ. ആ ശങ്കരി ശങ്കുരു ചന്ദ്രമുഖി അഖില. അയ്യോ ഈശ്വര, നീ ദ്രോഹിനെ ചതിച്ചല്ലോ. നോക്കിക്കോ, ഇനി ഒറ്റ ഇറക്കാണെ അവിടെ വെച്ചേക്കില്ല. ഇപ്പോഴെങ്ങനെയുണ്ട്? എന്റെ റെക്കാർഡുകള് ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്ഥലം തന്റെ ശങ്കരമംഗലത്തെ മുത്തച്ഛന്മാരും മുതുമുത്തച്ഛന്മാരും ഒന്നിച്ചു വന്നാലും കണ്ടുപിടിക്കാൻ പോകുന്നില്ല. താൻ കളിക്കുന്നതേ പുത്തമ്പരയിലെ രാവുണ്ണിമേനോടാ. അത് മറക്കണ്ട. പൊട്ടിച്ചോളൂ. ഒന്നല്ലേ പോയുള്ളൂ. ഇതാര്? ശക്തിരാഘവൻ പിള്ളയോ? ഓ, ശക്തിയൊക്കെ പണ്ടായിരുന്നു. അന്നത്തെ കാലത്തായിരുന്നെങ്കിൽ അവൻ എന്റെ ഇന്ന് രക്ഷപ്പെടുമായിരുന്നോ? അല്ല, ഇപ്പോഴും കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല. അവൻ എന്റെ കയ്യിലൊന്ന് കിട്ടിയാ മതി, എന്റെ ഇപ്പോഴത്തെ ശക്തി ഞാൻ അവനൊന്ന് കാണിച്ചു കൊടുത്തേനെ. എന്തു പറ്റി? സ്വാമിയേ ശരണമയ്യപ്പ, എന്നെ ഒന്ന് രക്ഷിക്കണം. 2000 രൂപ കടം തരണം. മോട്ടിച്ച കാശാ, തൊണ്ടി കൊടുക്കണം. നിങ്ങൾ പോലീസുകാർ മോഷ്ടിക്കുകയോ? എന്തായി കേൾക്കുന്നത്? മോട്ടിച്ചത് കള്ളൻ. തൊണ്ടിയോടുകൂടി തന്നെ ഞാൻ അവനെ പിടിച്ചു. തൊണ്ടിയോടുകൂടി തന്നെ അവൻ ഓടിപ്പോയി. ഇപ്പൊ തെണ്ടിയത് ഞാൻ. അതെന്താ? തൊണ്ടി 2000 രൂപ ഞാൻ എടുത്തിട്ട് കള്ളനെ വിട്ടുന്ന് പുതിയ കേസ് SI ചാർജ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് 2000 രൂപ കൊണ്ടുവന്ന് ഞാൻ SIയുടെ മേശപ്പുറത്ത് വെച്ചില്ലെങ്കിൽ ദേ ഇപ്പൊ ഇത് പോകും. സത്യം പറയാമല്ലോ ശക്തി, ഇങ്ങനെ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. രൂപ ഞാൻ തരാം. 110 രൂപ പലിശ. അത്രേ ഉള്ളൂ. പ്രോംസറി നോട്ടും എഴുതരണം. ഊവല്ലോ.
സ്വന്തം കുഴിമാടം തോണ്ടുകയാണെന്ന് എനിക്കറിയാമല്ലോ. വേറെ വഴിയില്ലല്ലോ. ദേ സ്റ്റാമ്പ് പേപ്പർ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാ ഐശ്വര്യമായിട്ട് വലതുകാലം വെച്ച് അകത്തോട്ട് കയറിക്കോ, കാശ് മേടിച്ചോ. ഇന്ന് ആദ്യമായിട്ട് നിങ്ങളാ വലതുകാലം വെച്ച് തന്നെ കേറിക്കോളാം. ആയി അത് വേണ്ട. എന്തിനു വലതുകാലം വെച്ച് കയറണം? മുടിഞ്ഞാലും സാമ്യല്ലേ മുടിയുള്ളൂ. എന്റെ ഈ ഇടത് കാലിന്റെ ഐശ്വര്യം കൊണ്ട് ഈശ്വര ഈ വർഷം തന്നെ സ്വാമിയെ കുത്തുവാള എടുപ്പിക്കണേ ഭഗവാനേ. അങ്ങോട്ട് കയറിപ്പോട്ടെ. വക്കീലിനെ അറിയില്ലേ? അറിയാം. എനിക്ക് ഇങ്ങനൊരു മകനുണ്ട് എന്ന് താൻ വിശ്വസിക്കുന്നുണ്ടോ? എന്റെ അറിവിൽപ്പെട്ടിടത്തോളം ഇല്ല. അപ്പോ അതിന്റെ അർത്ഥം തന്റെ അറിവിൽപ്പെടാണ്ട് എനിക്കൊരു മകനുണ്ടാവാം എന്നല്ലേ? ഈ വക്കീലിനോടും വൈദ്യനോടും ഉള്ള കാര്യം മറച്ചു വെക്കരുതെന്ന അപ്പൊ ശാസ്ത്രം. തനിക്കും എന്നെ വിശ്വാസം ഇല്ല? അല്ലെങ്കിലും എനിക്ക് ജീവിതത്തിൽ പറ്റി ഏറ്റവും വലിയ അബദ്ധം തന്നെ ഞാൻ എന്റെ വക്കീലാക്കിയതാ. നാട്ടിൽ മര്യാദയ്ക്ക് കഴിഞ്ഞിരുന്ന എന്നെ ഈ ഗുരുവാലി കൊണ്ട് ചാർജ് ചെയ്ത ആ ഒറ്റ ഒരുത്തനാ. അല്ലെങ്കിൽ ചേരി കൃഷ്ണ കൈമളുടെ ഗതിവരുമായിരുന്നു. എന്ത് പറഞ്ഞാലും തന്റെ ഒരു ചേരി കിട്ടണ കൈമള് എന്റെ കൈ തടിച്ചു വരണുണ്ട്. മോങ്ങാനിരുന്ന നായയുടെ തല തേങ്ങ വീണ എങ്ങനെ ഇരിക്കും? ക്ഷമിക്കണം, ഞാൻ കണ്ടിട്ടില്ലേ. കാണാത്ത കാര്യം അങ്ങോട്ട് പറയുന്നത് ശരിയല്ല. എന്നാ എന്നെ നോക്കിക്കോളൂ, വൃത്തിയായിട്ട് നോക്കിക്കോളൂ. തേങ്ങ ആയിട്ട് ഒരു പരവനാറി ഒന്ന് വീണിട്ടുണ്ട്. അതൊന്ന്. ഇതാ ഇപ്പൊ പുതിയൊരു പ്രശ്നം. താൻ എന്റെ വക്കീലായോണ്ട് പറയാണ്, നാട് നിങ്ങളെ പറഞ്ഞു നടന്ന് പാട്ടാക്കരുത്. ഇല്ല, മേനോദ്യം പറഞ്ഞോളൂ. രേവതിക്കൊരു പ്രേമം. അവളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതെ അതെ, ഒരു ചെറുക്കൻ ഇങ്ങനെ വീട് വലം വെച്ച് നടക്കണുണ്ട്. അവൻ വല്ല കൂടോത്രം ചെയ്തിട്ടുണ്ടാവോ എന്നാ എന്റെ സംശയം. ഏതായി ചെറുക്കൻ? ചെറുക്കനെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ വിഷയം അതല്ല. ഇത് മുളയിലെ നുള്ളി കളഞ്ഞില്ല വെച്ചാൽ പ്രശ്നം ഗൗരവമാവും. അത് വേണം, സൂക്ഷിക്കണം. കാശുള്ള വീട്ടിലെ പെമ്പിള്ളേരെ തപ്പി കുറെ എംബോക്കികൾ ഇറങ്ങിയിട്ടുണ്ട്. അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവനെയൊക്കെ ഉണ്ടാക്കി വിട്ട് തന്റെ എവിക്കുറ്റിക്കൊന്ന് അടിക്കാൻ. അടി ചെയ്യും ഉപകാരം അണ്ണൻ തമ്പിയും ചെയ്യൂല എന്നൊരു ചൊല്ലുണ്ട്. പണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തേനെ. ഇപ്പൊ വയ്യ സാർ. താൻ അടിക്കാനും പിടിക്കാനോ നിൽക്കണ്ട. ഒരാളെ അറേഞ്ച് ചെയ്തെങ്കിൽ തന്നാ മതി. ആ കാര്യം ഞാൻ ഏറ്റു. സാർ ആളെയും കാണിച്ചു കൊടുത്ത് തല്ലുകൂലിയും കൊടുത്താൽ അവനെ ശരിപ്പെടുത്തുന്ന കാര്യം ഏറ്റു. ആളാരാ? ആള് വലിയ റൗഡിയാ, നമ്മുടെ ഇടിയൻ ലംബോദരൻ. ഇതവന്റെ വണ്ടിയാണോ? വരട്ടെ വരട്ടെ. കുറച്ച് ദിവസമായി കൈയൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട്. നോക്കടാ സാറ് ധൈര്യമായിട്ടങ്ങ് മാറി ഇന്ന്. ബാക്കി കാര്യം ഞാൻ ഏറ്റു. പേടിക്കണ്ട, ഞാൻ പറയുന്നുണ്ട്. നീയാണോടാ കോവാലകിച്ചൻ? കോവാലയച്ചനല്ല, ഗോപാലകൃഷ്ണൻ. വല്ലപ്പോഴും പല്ലൊക്കെ തേച്ച് നാക്കൊക്കെ പഠിക്കണം, ഇല്ലെങ്കിൽ കൊയാന്നിരിക്കും. മാനവും മര്യാദ ഉള്ള വീട്ടിലെ പെണ്ണുങ്ങളെ മര്യാദക്ക് ജീവിക്കാൻ സമ്മതിക്കില്ല അല്ലടാ. സാർ ആരാണാവോ? എനിക്ക് മനസ്സിലായില്ലല്ലോ. ഈ ഇടിയെല്ലാം പോരുന്ന അറിഞ്ഞൂടാത്തവരാരും ഇവിടെ ഇല്ല. നോക്കി നിൽക്കാൻ അടിച്ച് പിരിക്കണ. കാണിച്ചേ. രൂപ പോയാലും ഉശിരം തല്ല് വിട്ടുക്കാൻ പയ്യ.
ദേ, നീ വന്നേ എന്നെ നീ വന്നേ നീയാണോ ഇടിയൻ ലംബോദരൻ? അതെ. തലക്കെട്ടഴിച്ചേ. എന്തോ തലക്കെട്ടഴിക്കാൻ. അത് ശരി. വിരട്ടി അഴിപ്പിക്കാനുള്ള ഭാവമായിരിക്കും. അഴിച്ചില്ലേ താ എന്നായി? ആ മുണ്ടാത്തിട്ടെ. എന്തോ മുണ്ടാത്തിരാൻ. ഇന്ന് വരെ ഇടിയെല്ലാം പോരാ ആരുടെ മുമ്പ് മുണ്ട് കാത്തിട്ടിട്ടില്ല. മുണ്ടാത്തിരാൻ. ഇല്ലാത്ത എന്തോ ചെയ്യും? നീ വന്നേ. മേലി നീ ആരെങ്കിലും ഇടിക്കോ? അതിനിപ്പോ ഞാൻ ആരെ ഇടിച്ചിട്ടില്ലല്ലോ. ആ അപ്പൊ പേര് മാത്രമേ ഉള്ളൂ. മേലാൽ ഈ ഊച്ചാളി പോസെങ്ങാനും കാണിക്കുന്നുണ്ട എന്നെ നിനക്കറിയാലോ. ഓ സത്യമായിട്ട് നീ പോക്കാം. ആ അവനെ കാറി കയറിക്കോ, അടുത്ത മുക്കി ഇറക്കി വിട്ടേക്കാം. നമുക്ക് പോവാ.